ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഹീറോയിൻ്റെ പാസ്പോർട്ടിന് വേണ്ട ഫോട്ടോസ് എല്ലാം എടുത്ത ശേഷം അവൾ ഹീറോയോട് നമുക്ക് രണ്ടുപേർക്കും ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിക്കും. എന്നാൽ ഹീറോ അതിൻ്റെ ആവശ്യമില്ല എന്ന് അവളോട് പറയുമെങ്കിലും ഹീറോയിൻ പോയ ശേഷം ഹീറോയിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് പേഴ്സണലായി തരണമെന്ന് ആ ഫോട്ടോഗ്രാഫറോട് ഹീറോ പറയും. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ഹീറോയിനെ ആ സുന്ദരൻ വില്ലൻ ലിഫ്റ്റിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത് ഹീറോ കാണുന്നത്. എന്നാൽ അവൻ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ട് ദേഷ്യം വന്ന നമ്മുടെ ഹീറോ അവനെ ആ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി നല്ല ഇടി കൊടുക്കും. അപ്പോൾ ആ സുന്ദരൻ വില്ലൻ സാർ ആരാണ്, പോലീസാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവനോട് പറയും ഇതെൻ്റെ ബോഡി ഗാർഡാണ് എന്ന്. എന്നാൽ അവൾ അങ്ങനെ പറഞ്ഞത് നമ്മുടെ ഹീറോയ്ക്ക് അത്ര ഇഷ്ടമായില്ലായിരുന്നു. അങ്ങനെ ലിഫ്റ്റ് മുകളിലെത്തുമ്പോൾ ആ സുന്ദരൻ വില്ലൻ ഹീറോയിനോട് ചോദിക്കും നീ എന്താ ഇവിടെ വന്നതെന്ന്. അത് ഞാൻ നിന്നോട് പിന്നെ പറയാമെന്ന് പറയും. അപ്പോഴവൻ പറയും എങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്നും പറഞ്ഞു നീ നല്ലൊരു ബോഡി ഗാർഡാണെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ കയ്യിൽ അവൻ കുറച്ച് പണവും വെച്ച് അവൻ ലിഫ്റ്റ് കയറി പോകും. അവൻ പോയ ശേഷം ഹീറോ അവളോട് പറയും നീ എന്നെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, നീ വലിയ കാര്യമാക്കണ്ട എന്ന് ഹീറോയിൻ അവനോട് പറയും. എന്നാൽ ആ സുന്ദരൻ വില്ലൻ അവിടെ നിന്ന് ഓടിച്ചെന്ന് പെടുന്നത് തന്നെ ട്രാപ്പിലാക്കാൻ വന്നവരുടെ കൂട്ടത്തിലേക്കായിരുന്നു. അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും അവൻ അവസാനം ചെന്നെത്തുന്നത് തൻ്റെ മാനേജറുടെ അടുത്ത് തന്നെയായിരുന്നു. ഇതേ സമയം കോഫി ഷോപ്പിൽ വെച്ച് ഹീറോ ഹീറോയിനോട് ചോദിക്കും നിനക്ക് എങ്ങനെയാണ് അവനെ അറിയാവുന്നതെന്ന്. അത് കുറച്ചു കാലം മുമ്പ് എൻ്റെ ചേട്ടന്മാർ ഇവനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയിരുന്നു. ഇത് പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇവനൊരു ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ ഇവനെ കല്യാണം കഴിച്ചാൽ ഞാൻ ബ്രിട്ടനിൽ പോവേണ്ടി വരും. എന്നെ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള എൻ്റെ ചേട്ടന്മാരുടെ പ്ലാനായിരുന്നു എന്ന് ഹീറോയോട് അവൾ പറയും. എന്നിട്ട് അവൾ ഹീറോയോട് പറയും ഇപ്പോഴെന്നെ കാണാതായത് പോലും എൻ്റെ ചേട്ടന്മാർക്ക് സന്തോഷമായിരിക്കുമെന്ന്. എന്നാൽ അവളെ ആശ്വസിപ്പിക്കാനായി ഹീറോ പറയും അങ്ങനെയൊന്നുമില്ല, നീ വരുന്നതും കാത്ത് അവരെല്ലാവരും കാത്തിരിപ്പുണ്ടാവുമെന്ന് ഹീറോ അവളോട് പറയും. എന്നാൽ അവർ രണ്ടുപേരും കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഫിയാൻസിയുടെ കൂട്ടുകാരി കാണുകയും ഉടനെ തന്നെ ഫിയാൻസിയെ വിളിച്ച് പറയുകയും ചെയ്യും. എന്നാൽ ഫിയാൻസി പറയും അവൻ്റെ കൂടെയുള്ള പെണ്ണിനെ എനിക്കറിയാം, അതോർത്ത് നീ വെറിയിടാവണ്ട എന്ന് അവളോട് പറയുമെങ്കിലും ഹീറോ തന്നോട് പറയാതെ ഹീറോയിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അവൾക്കത്ര ഇഷ്ടമാവില്ല. ഫിയാൻസി ഉടനെ തന്നെ അവളുടെ മമ്മിയോട് പറയും ഹീറോ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ രണ്ടുപേരുടെയും കല്യാണത്തെക്കുറിച്ച് പറയാനായി മമ്മി ഇന്ന് തന്നെ അവൻ്റെ ഫാമിലിയെ 7 മണിക്ക് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തണമെന്ന് ഹീറോയിൻ്റെ അമ്മയോട് പറയും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമാവും. ഇതേ സമയം നമ്മുടെ സുന്ദരൻ വില്ലനെ നല്ല ഇടിയൊക്കെ കൊടുത്ത് ആ ഹോട്ടലിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഇളയ ചേട്ടൻ വിളിച്ച് പറയും നീ എൻ്റെ പണവും കൊണ്ട് നോർത്ത് കൊറിയയിലേക്ക് കടന്നു കളഞ്ഞാൽ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടില്ല എന്ന് കരുതിയോ എന്ന്. എന്നാൽ അപ്പോൾ അവൻ ചേട്ടനോട് പറയും നിങ്ങളോട് ഇതിനേക്കാളും വലിയൊരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സിസ്റ്റർ മരിച്ചിട്ടില്ല, അവൾ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയാമെന്ന് ആ സുന്ദരൻ വില്ലൻ ഹീറോയിൻ്റെ ചേട്ടനോട് പറയും. ചേട്ടൻ അപ്പോൾ പറയും അവൾ എവിടെയാണ് ഉള്ളതെന്ന് നീ പറഞ്ഞാൽ നീ ഇത്രയും കാലം തരാനുള്ള പണത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ മറക്കുമെന്ന് പറയും. ഇതേ സമയം നമ്മുടെ ഹീറോയിനെ അവളുടെ റൂമിൽ കൊണ്ടാക്കിയ ശേഷം പറയും ഞാൻ അടുത്ത മുറിയിൽ തന്നെയുണ്ട്, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ ഫോണിൽ വിളിക്കണമെന്ന്. ഇതും പറഞ്ഞ് ഹീറോ അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഹീറോയുടെ ഫിയാൻസിയുടെ മുന്നിലേക്കാണ്. ഹീറോയെ തിരക്കിയാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോയിനും പുറത്തേക്ക് ഇറങ്ങി വരും. എന്നാൽ ഹീറോയിൻ അപ്പോൾ ഫിയാൻസിയോട് പറയും നിങ്ങൾ സംശയിക്കേണ്ട, ഞങ്ങൾ രണ്ടുപേരും 2 സെപ്പറേറ്റ് മുറിയിലാണ്, ഞാൻ അകത്തേക്ക് പോകുന്നു എന്ന് പറയും. ഹീറോയിൻ അവളുടെ മുറിയിലേക്ക് പോകും. ഹീറോ ഫിയാൻസിയും കൊണ്ട് തൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ അവൾ ഹീറോയോട് പറയും ഇന്ന് 7 മണിക്ക് ഇവിടെ വെച്ച് നമ്മുടെ കല്യാണത്തെ പറ്റി 2 ഫാമിലിയും സംസാരിക്കുന്നുണ്ട്, ആ കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്ന്. പക്ഷെ അതിനു മുന്നായി എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്, നിങ്ങൾക്ക് ഈ കല്യാണത്തിൽ വല്ല എതിർപ്പുമുണ്ടോ എന്ന് ഹീറോയോട് ചോദിക്കും. എനിക്കൊരു താല്പര്യക്കുറവുമില്ല എന്ന് ഹീറോ പറയുമ്പോൾ എങ്കിൽ നമുക്ക് വൈകിട്ട് കാണാമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അവൾ അവിടെ നിന്നും ആ ഹോട്ടലിൻ്റെ റൂഫ് ടോപ്പിലേക്കാണ് പോകുന്നത്. എന്നാൽ അപ്പോഴവിടെ നമ്മുടെ സുന്ദരൻ വില്ലൻ നിൽക്കുന്നത് കണ്ട് അവൾ ചോദിക്കും മരിക്കാനാണെങ്കിൽ നിനക്ക് ഇതിനെക്കാട്ടിയും വലിയ ബിൽഡിംഗ് അപ്പുറത്തുണ്ടല്ലോ, അവിടെ പോയി സൂസൈഡ് ചെയ്തൂടെ. എന്നാൽ അപ്പോഴേക്കും അവൻ അവളുടെ അടുത്തു വന്ന് പറയും നിനക്കെന്നെ ഓർമ്മയില്ലേ, ഞാനാണ് നിന്നെ ആ ഗ്രാമത്തിലേക്ക് ഇന്നലെ ഡ്രോപ്പ് ചെയ്തതെന്ന് പറയും. അവൾ അപ്പോഴാണ് അവൻ്റെ മുഖം ശ്രദ്ധിക്കുന്നത്. അവൻ അവളോട് നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കും. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും ഒരു പെണ്ണും കൂടി ഈ ഹോട്ടലിലാണ് താമസിക്കും, ഇപ്പോൾ അവനെ എന്നെ ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നതെന്ന് അവൾ അവനോട് പറയും. നീ എന്തിനാ ഇവിടെ വന്നതെന്ന് അവൾ ചോദിക്കും. ഞാൻ ഇത്രയും കാലം പണം ഉണ്ടാക്കാനായി ഓരോരോ ബിസിനസ്സുകൾ ചെയ്തു, അങ്ങനെ പണത്തിന്റെ പിറകെ പോയി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അവൻ പറയും. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആകും. ഇതേ സമയം ഹീറോയും കൂടി നമ്മുടെ സുന്ദരൻ വില്ലനെ മീറ്റ് ചെയ്യാനായി കോഫി ഷോപ്പിലേക്ക് വരുന്ന വഴിക്ക് ഹീറോ ചോദിക്കും നീ എന്തിനാണ് ഇവനെയൊക്കെ പോയി കാണുന്നത്, അവൻ ബ്രിട്ടീഷ് സിറ്റിസണാണ്, അവൻ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ പോകാൻ കഴിയുമെന്ന് പറയും.
അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സുന്ദരൻ വില്ലനെ കാണുമ്പോൾ ഹീറോയോട് പറയും, എങ്കിൽ ഇവിടെ നിൽക്ക്, ഞാൻ അവനോടൊപ്പം പോയി സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ഹീറോയിൻ അവന്റെ അടുത്തേക്ക് പോകും. എന്നാൽ ആ സുന്ദരൻ വില്ലനും നമ്മുടെ ഹീറോയിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഹീറോയിന്റെ ഫിയാൻസി കാണും. എന്നാൽ അപ്പോൾ ഹീറോയിൻ അവനോട് ചോദിക്കും, നീ എന്റെ ചേട്ടനെ പറ്റിച്ച് ഒരുപാട് പണം സമ്പാദിച്ചല്ലോ, മര്യാദയ്ക്ക് ആ പൈസയൊക്കെ ചേട്ടന് തിരികെ കൊടുക്കണമെന്ന് പറയും. ഞാനും നിന്റെ ചേട്ടനും ആ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആയെന്ന് പറഞ്ഞു. എന്നാൽ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് ആ സുന്ദരൻ വില്ലന്റെ മാനേജർ ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയിന്റെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാനായി രണ്ട് ഫാമിലിയും ആ ഹോട്ടലിൽ ഒത്തുചേർന്നു. ഹീറോയിന്റെ ചേട്ടൻ മരിച്ചത് കാരണമാണ് ഇവരുടെ കല്യാണം ഇത്രയും കാലം നീണ്ടുപോയത്. കല്യാണം എന്തായാലും ഈ മാസം അവസാനം തന്നെ നടത്താമെന്ന് രണ്ട് ഫാമിലീസും തീരുമാനിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ വാഷ്റൂമിൽ വന്ന് കൈ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ ഫിയാൻസി അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് അവളോട് പറയും, എന്റെയും ഹീറോയുടെയും കല്യാണം ഉറപ്പിച്ചു, വരുന്ന മാസമാണ് കല്യാണം എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് ചെറിയ വിഷമമാണ്. എന്നാൽ എനിക്ക് നിങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഹീറോയിൻ തന്റെ വിഷമം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അവളോട് പറയും. ഈ കല്യാണത്തിന് വരാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹീറോയുടെ ഫിയാൻസി പറഞ്ഞ ശേഷം അവൾ അവിടെ നിന്ന് പോകും. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയിനിന്റെ ചേട്ടൻ ആ സുന്ദരൻ വില്ലനെ വിളിച്ച ശേഷം പറയും, അയച്ച വീഡിയോയിലെ പെണ്ണ് അവളെ കാണാൻ പോലെ തന്നെയാണ് ഉള്ളത്, പക്ഷെ എനിക്ക് അവളാണ് അതൊന്നും വിശ്വാസമായില്ല എന്ന് പറയും. ഇതിൽ നിന്നെ വിശ്വസിപ്പിക്കാൻ അവളുടെ ശബ്ദം കേൾപ്പിച്ചു തരാമെന്നും പറഞ്ഞ് അവൾ അവനോട് സംസാരിക്കുമ്പോഴും അവൻ ആ ഫോൺ ഓണാക്കി തന്നെ വെക്കും. ഹീറോയുടെ ചേട്ടന് അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ വിശ്വാസമാകും. ഹീറോയിൻ താൻ ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ടാണ് ഇവിടെ എത്തിയതെന്ന് അവനോട് പറയും. എന്നാൽ ഇതേ സമയം ഹീറോ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ കഴിഞ്ഞ് രണ്ടുപേരുടെയും ഫാമിലിയെ അയച്ച ശേഷം ഹോട്ടലിലെ ലോബിയിൽ നിൽക്കുമ്പോഴാണ് ഹീറോയിൻ അവനോടൊപ്പം പോകുന്നത് അവൻ കാണുന്നത്. ഹീറോ ഉടനെ തന്നെ അവരെ രണ്ടുപേരെയും ഫോളോ ചെയ്ത് പോകും. നമ്മുടെ ഹീറോയിൻ അവനോട് സംസാരിക്കുന്നത് ഹീറോയ്ക്ക് അത്ര ഇഷ്ടമൊന്നുമല്ലായിരുന്നു. ഹീറോ ഉടനെ തന്നെ ഹീറോയിന്റെ അടുത്ത് വന്ന ശേഷം നമുക്ക് തിരികെ പോകാമെന്നും പറഞ്ഞ് ഹീറോയിനെയും കൂട്ടി തിരികെ പോകും. എന്തിനാണ് ഇത്രയും ദൂരം അവനോടൊപ്പം നടന്നു വന്നത്? നീ എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണമെന്ന് ഹീറോ അവളോട് പറയും. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും തങ്ങളുടെ സ്നേഹം തുറന്നു പറയില്ല. അങ്ങനെ കുറച്ചു ദൂരം നടക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് വിശക്കുന്നുവെന്ന് പറയുമ്പോൾ അവൻ അവളെയും കൂട്ടി ആ ഹോട്ടലിലെ റെസ്റ്റോറന്റിലേക്ക് പോകും. എന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ആഹാരവും ബിയറും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. ബിയർ കുടിച്ച് ബോധമില്ലാതെ നമ്മുടെ ഹീറോയുടെ തോളിൽ കിടന്ന് ഉറങ്ങിപ്പോകും. എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ അവൾ തന്നെ വിട്ട് പോകുമെന്നോർത്ത് ഹീറോയ്ക്ക് അപ്പോൾ നല്ല വിഷമമാകും. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയിനിന്റെ മാനേജരും അവന്റെ ഫ്രണ്ടും ഹീറോയിനിന്റെ ശബ്ദം ആ ടിക്ടോക്കിൽ കേട്ട കാര്യം അവരുടെ ബ്രദേഴ്സിനോട് പറയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അവളുടെ ചേട്ടൻ നോർത്ത് കൊറിയയിലെ സ്മഗ്ലറെ വിളിച്ച ശേഷം പറയും, അനിയത്തി ഇനി ഒരിക്കലും തിരിച്ചിങ്ങോട്ടേക്ക് വരരുത്, അവളെ കൊന്നു കളഞ്ഞേക്കാൻ അവനോട് പറയും. എന്നാൽ അന്നു രാത്രി നമ്മുടെ സുന്ദരം വില്ലനും അവന്റെ മാനേജറും കൂടി ഹീറോയിനിൻ താമസിക്കുന്ന ഹീറോയുടെ നാട്ടിലേക്ക് വരും. ആ സുന്ദരൻ വില്ലൻ മാനേജറോട് പറയും, എന്ത് ദുഷ്ടനാണ് അവളുടെ ചേട്ടൻ, പണത്തിന് വേണ്ടി അവളെ കൊന്നു കളയാൻ വരെ അവൻ തയ്യാറായി എന്ന് മാനേജറിനോട് പറയുമ്പോൾ പണമാണ് ദൈവം, പണത്തിന് താഴെയേ മറ്റെല്ലാം ഉള്ളൂ എന്ന് പറയും. എന്നാൽ ഇതേ സമയം ആ കള്ളൻ പോലീസുകാരനെ ആ അതിർത്തിയിൽ നടന്ന 2 ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷിക്കാനായി ഇൻട്രോഗേഷൻ ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ അടിച്ച മേലുദ്യോഗസ്ഥനോട് അവൻ പറയും, നിങ്ങൾ എല്ലാവരും ഇല്ലീഗലായി നടത്തുന്നതിന്റെ തെളിവെല്ലാം എന്റെ കയ്യിലുണ്ട്, ഞാൻ പെട്ടാൽ നിങ്ങൾ എല്ലാവരും പെടുമെന്ന് അവരോട് പറയും. ഇങ്ങനെ അവൻ ആ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഭീഷണിപ്പെടുത്തും. അങ്ങനെ അത് കഴിഞ്ഞ് ആ കള്ളൻ പോലീസുകാരൻ നമ്മുടെ സുന്ദരൻ വില്ലനെ കാണാൻ വരുമ്പോൾ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ആ മാനേജർ ആ കള്ളൻ പോലീസുകാരനോട് പറയും. അപ്പോഴാ കള്ളൻ പോലീസുകാരൻ പറയും, ആ പെണ്ണിനെ കൊന്നാൽ ഒരുപാട് പണം കിട്ടുമെങ്കിൽ അവളെ നമുക്ക് തട്ടിക്കളയാമെന്ന്. എന്നാൽ ഇതേ സമയം തന്റെ പാസ്പോർട്ടിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരികെ നാട്ടിലെത്തിയ നമ്മുടെ ഹീറോയിൻ തന്റെ ഗ്രാമത്തിലെ കൂട്ടുകാരികളോടെല്ലാമായി പറയും, ഹീറോയുടെ അച്ഛനും അമ്മയും എന്നെ കല്യാണം കഴിക്കാൻ അവനെ അനുവദിക്കില്ല, ഹീറോയെ കൊണ്ട് അവർ മറ്റേ പെണ്ണിനെ തന്നെ കല്യാണം കഴിപ്പിക്കുമെന്ന് അവൾ അവരോട് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് തിരികെ പോവുകയാണെന്ന് പറയും. അവർക്ക് എല്ലാവർക്കും വലിയ വിഷമം തോന്നുകയും അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഹീറോയിൻ തന്റെ പട്ടാളക്കാരായ കൂട്ടുകാരോടെ അടുത്ത് വന്നു താൻ പിരിയുന്നതിന് മുൻപ് അവരോടൊപ്പം ആഘോഷിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും അവൾ പോകുന്നതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാൽ ദൂരെ ഇതെല്ലാം മാറി നിന്ന് കാണുകയായിരുന്നു നമ്മുടെ ഹീറോയ്ക്ക് അവൾ പോകുന്നത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് രാത്രി അവൾ തിരികെ പോകാനായി ഒരുങ്ങുമ്പോൾ അവൾ ഹീറോയുടെ അടുത്ത് വന്ന് പറയും, നിങ്ങൾക്കും എന്റെ കൂടെ എയർപോർട്ടിലേക്ക് വന്നൂടെ എന്ന്. എന്നാൽ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്, നീ ഒന്നും ഓർത്ത് പേടിക്കേണ്ട എന്ന് ഹീറോ അവളോട് പറഞ്ഞു. പിരിയുന്നതിൽ അവർ രണ്ടുപേർക്കും വളരെ വലിയ വിഷമമുണ്ടായിരുന്നു.
എന്നാലും അവസാനം അവർ രണ്ടുപേരും കൈ കൊടുത്ത് പിരിയും. എന്നാൽ ഇതെല്ലാം ആ ഡിവൈസിലൂടെ ഒളിഞ്ഞിരുന്ന് കേൾക്കുകയായിരുന്ന ആ കള്ളൻ പോലീസുകാരന്റെ കൂട്ടുകാരനും അവർ പിരിയുന്നത് ഓർക്കുമ്പോൾ അവന് വിഷമമാകും. എന്നാലും ആ കള്ളൻ പോലീസുകാരനെ പേടിച്ച് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് അവൻ ആ പോലീസുകാരനെ വിളിച്ച് പറയും. അങ്ങനെ ഹീറോയെ പിരിയുന്നതോർത്ത് വളരെയധികം വിഷമത്തിൽ അവൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കള്ളൻ പോലീസുകാരൻ പറഞ്ഞതനുസരിച്ച് ഒരു വണ്ടി വന്ന് അവരുടെ വണ്ടിയിൽ ഇടിക്കും. അവരെ കൊല്ലാൻ വേണ്ടിയായിരുന്നു അവർ വന്നത്. ഇതേ സമയം ആരോ ഒരാൾ ഒരു ബൈക്കിൽ അവിടെ അങ്ങോട്ടേക്ക് വന്ന് അവരെ രക്ഷിക്കാനായി ആ റോഡിലേക്ക് വരും. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ കാണുന്നത് അത് നമ്മുടെ ഹീറോ തന്നെ ആയിരുന്നു. അവൻ തന്റെ ബൈക്ക് സ്കിഡാക്കി ആ ലോറിയുടെ അടിയിലേക്ക് ഇടിച്ചു കയറ്റി. എന്നിട്ട് അവൻ തന്റെ ഗണ്ണെടുത്ത് ആ വണ്ടിയിലേക്ക് വെടിവെക്കും. അപ്പോഴേക്കും ആ ബൈക്ക് ബ്ലാസ്റ്റ് ആയിട്ട് ആ ലോറി കത്താൻ തുടങ്ങും. ഹീറോയിൻ ഉടനെ ഓടി നമ്മുടെ ഹീറോയുടെ അടുത്ത് വരുമ്പോൾ അവൻ അവളോട് ചോദിക്കും, നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന്. ഇതേ സമയം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവൻ നമ്മുടെ ഹീറോയിന്റെ കൂട്ടുകാരനെ വെടിവെക്കും. ഇതിനുശേഷം ഹീറോയിനെ വെടിവെക്കാനായി ഒരുങ്ങുമ്പോൾ ഹീറോ അവരുടേക്ക് ചാടി വീഴുകയും വെടി ഹീറോയ്ക്ക് കൊള്ളുകയും ചെയ്യും. എന്നാൽ വെടി കൊണ്ടെങ്കിലും ഹീറോ തന്റെ ഗണ്ണെടുത്ത് അവനെ വെടിവെച്ച് കൊല്ലും. ഇതിനുശേഷം നമ്മുടെ പാവം ഹീറോ മയങ്ങി നമ്മുടെ ഹീറോയിന്റെ നെഞ്ചത്തേക്ക് വീഴും. ഹീറോയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ഓർത്ത് അവൾ വിഷമിച്ച് കരയാൻ തുടങ്ങും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഹീറോയ്ക്ക് എന്ത് പറ്റി എന്ന് നമുക്ക് കാണാം.